ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം. CPMന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്ന് വിനോദിനി കോടിയേരി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗം ക്രൂരമായി അവഗണിച്ചു. കോടിയേരി മരിച്ച ശേഷം കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ലെന്നും വിമർശനം. പച്ചക്കുതിര മാസികയിലെ അഭിമുഖത്തിലാണ് ഈ രൂക്ഷ വിമർശനം. റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, നമുക്ക് കേരളത്തിൽ നിന്ന് വിജയരാഘവനുണ്ട്, നമ്മുടെ PB അംഗമായിട്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പിണറായി വിജയനുണ്ട്, പിന്നുള്ളത് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷാണ്. വിജയരാഘവനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി വരേണ്ട സാഹചര്യമില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും കോടിയേരിയും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. പിണറായി വിജയനെ കുറിച്ചും അങ്ങനെ ഒരു ആരോപണം വരേണ്ട സാഹചര്യമില്ല. പിന്നുള്ളത് ഗോവിന്ദൻ മാഷാണ്. ഗോവിന്ദൻ മാഷിനെതിരെയാണോ വിനോദിനി കോടിയേരി ആഞ്ഞടിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ പ്രതികരണത്തിന്റെ പശ്ചാത്തലം എന്താണ്? അരുൺകുമാർ, തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ CPMൽ ജില്ലാതലങ്ങളിലടക്കം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. അതിനപ്പുറത്തേക്ക് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കുന്നത്, മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ഉണ്ടായതാണ്. അതിനൊക്കെ പശ്ചാത്തലത്തിലാകാം ഒരുപക്ഷെ ഈ വിമർശനമെന്നും വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഇന്നലെ പുറത്തിറങ്ങിയ DC ബുക്സിന്റെ പച്ചക്കുതിര മാസികയിലാണ് അതിൽ ചോദ്യം ഇതാണ്: കോടിയേരി വിട്ടുപോയിട്ട് 4 വർഷമാവാറുന്നു. ഇതിനിടയിൽ പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനം എങ്ങനെയൊക്കെയായിരുന്നു? സുഖവിവരങ്ങൾ എല്ലാവരും അന്വേഷിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് രൂക്ഷ വിമർശനം. മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്നും പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെ ആണോ? ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകരെ കുറിച്ച് ഞാൻ പറയുന്നത് ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നില്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത ഒരു കാലമായി മാറിയോ? ഇതിലൊരു പ്രധാനപ്പെട്ട നേതാവിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതിയോ എന്നാണ്. അതിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും ചോദിച്ചു, അത് പിണറായി വിജയനാണോ ആ നേതാവ് എന്ന്. അല്ല, വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൽ കൃത്യമായി പറയുന്നത്. അത് പിണറായി വിജയനല്ല എന്ന് രണ്ടാമത്തെ ചോദ്യത്തിന്, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് വ്യക്തത വരുത്താൻ വേണ്ടി ഉള്ള രണ്ടാമത്തെ ചോദ്യത്തിന് അത് പിണറായി വിജയനല്ല എന്ന് പറയുന്നു. കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും എന്നെ ഫോണിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല. അതായത് CPMന്റെ ഒരുപക്ഷെ പ്രവർത്തകരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ കുടുംബമാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായ പരാതി സംസ്ഥാനത്തെ CPMന്റെ ഒരു പ്രധാന നേതാവിനെതിരെ ഉയർത്തുന്നത്. PB അംഗം കൂടിയായ ഏറ്റവും ഉന്നത പദവിയിൽ, സംസ്ഥാനത്തെ പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന നേതാവിനെതിരെയാണ് തൻ്റെ പരാതി എന്നാണ് വിനോദിനി കോടിയേരി പച്ചക്കുതിരയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. മാത്രവുമല്ല, കോടിയേരി ബാലകൃഷ്ണനോട് പൂർണ്ണമായും നീതി, എല്ലാ നേതാക്കളും നീതി കാണിച്ചിട്ടില്ല എന്ന ഒരു പരാതി കൂടി ഈ അഭിമുഖത്തിൽ ഉയർത്തുന്നുണ്ട്. കുടുംബ പശ്ചാത്തലവും ജീവിതവും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു സുദീർഘമായ അഭിമുഖമാണ്. ആ അഭിമുഖത്തിലാണ് ഈ രാഷ്ട്രീയ ചോദ്യങ്ങൾ. TK ഗോവിന്ദൻ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെയല്ല ഇത്തരം വിമർശനങ്ങൾ തനിക്കെതിരെ ഉയർത്തേണ്ടത്. തന്നെ ഇതുവരെ ആ TK ഗോവിന്ദന്റെ സന്ദർശനമോ അതിനുശേഷമുള്ള ആ മാധ്യമങ്ങളോട് താൻ സംസാരിച്ച കാര്യത്തെക്കുറിച്ചോ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഏതെങ്കിലും ഒരു നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. അത് മാധ്യമങ്ങളിൽ പറയുന്നത് തെറ്റാണ്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്തേണ്ട ചുമതല എല്ലാവർക്കുമുണ്ട്. അങ്ങനെ അതാണ് സ്നേഹം. അങ്ങനെ അത് കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടം, പാർട്ടിയിലെ കാലഘട്ടത്തെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ എല്ലാവരുമായി നിരന്തരം സംസാരിക്കും, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. ആ കാലഘട്ടം ഇപ്പോൾ പാർട്ടിയിൽ അസ്തമിക്കുകയാണെന്ന പരാതിയും വിമർശനം കൂടിയാണ് വിനോദിനി കോടിയേരി ഉയർത്തുന്നത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: കോടിയേരി വിട്ടുപോയിട്ട് 4 വർഷമാവാറാവുന്നു. ഇതിനിടയിൽ പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനം എങ്ങനെയായിരുന്നു? സുഖവിവരങ്ങൾ എല്ലാവരും അന്വേഷിക്കാറുണ്ടോ എന്ന ചോദ്യത്തിനാണ് നീ ഓക്കെ ആണോ, ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരിയുടെ മരണം നടന്ന് 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ്.
എല്ലാ രംഗത്തും അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എം വി ഗോവിന്ദൻ മാഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയായ വിനോദിനി കോടിയേരി നൽകിയ പച്ചക്കുതിരയെ നൽകിയ അഭിമുഖത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത്. എന്തായാലും ഒരു വിമർശനമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഉയർത്തുന്നത് എം വി ഗോവിന്ദൻ മാഷിനെ കുറിച്ച്. ടി കെ ഗോവിന്ദനെ കുറിച്ചൊക്കെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. നീണ്ട അഭിമുഖമാണ്. കോടിയേരി ബാലകൃഷ്ണനും വിനോദിനിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ അതിൽ പറയുകയും ചെയ്യുന്നുണ്ട്.